വേദിയിലെയും സദസ്സിലുള്ള സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ അപ്പത്തമ്പുരാനെ കുറിച്ചുള്ള ഒരു അനുസ്മരണ സെമിനാർ 2010 തൃപ്പൂണിത്തുറ കളിക്കോട്ടയിൽ വെച്ച് നടന്നിട്ടുള്ള ആ ഒരു വീഡിയോ കണ്ടിട്ടാണ് വരുന്നത്. അതിൽ മുഖ്യ പ്രഭാഷകനാണ് വസന്ത മാഷ്. അതിൽ വസന്ത മാഷ് പറയുന്നുണ്ട്, ആദ്യത്തെ മലയാളി ക്രിക്കറ്റ് കളിക്കാരൻ ഇദ്ദേഹമാണെന്ന്, തമ്പുരാനാണെന്നാണ് മാഷ് ആ വീഡിയോയിൽ പറയുന്നത്. ഇന്ന് അപ്പത്തമ്പുരാൻ ജനിച്ചിട്ട് 150-ാം വാർഷികമാണ്. ജനിച്ച മാസം നവംബറാണ്, ജനിച്ച ദിവസം 9-ആണ്. തൃപ്പൂണിത്തുറയിൽ നിന്ന് അപ്പത്തമ്പുരാൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ കൂടിയിട്ട് 1905 തൃശ്ശൂരിൽ വന്ന് KSRTC സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്ന അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ ബംഗ്ലാവിൽ ചില സ്ഥലത്ത് ദിവാൻജി മഠം എന്ന് കാണിക്കുന്നുണ്ട്, എന്താണെന്ന് വ്യക്തമല്ല. എന്തായാലും ഒരു ബംഗ്ലാവിൽ അവിടെ താമസം ആക്കി അവിടെ ഇരുന്നിട്ട് കുമാരമന്ദിരത്തിൻ്റെ പണികൾ കഴിച്ച് 1907 തൃശ്ശൂരിൽ സ്ഥിരതാമസമാക്കി. 1908 സെറ്റിൽമെന്റ് രജിസ്റ്റർ പ്രകാരം വസ്തു ഉടമസ്ഥന്റെ പേര് തുടങ്ങിയുള്ള കോളത്തിൽ 14-ാം കൂർ രാമവർമ്മ തമ്പുരാൻ കോവിലകം എന്നാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഈ 14-ാം കൂർ എന്നുള്ളത് ഓരോ രാജാക്കന്മാർ ഭരിക്കുമ്പോൾ ഇവിടെ 14 ഉള്ളത് 13 ആവും, അങ്ങനെ അങ്ങനെ കുറഞ്ഞു വരികയാണ് ചെയ്യുക. അപ്പം 1908 14-ാം കൂർ തമ്പുരാനായിരുന്നു. സർവേ നമ്പർ 1147 മുതൽ 1151 വരെയും 1155, 1157, 1158 എന്നിവയും അവയുടെ സബ് ഡിവിഷനുകളുമായി 17 സർവേ നമ്പറുകളിൽ 23 ഏക്കർ 88 സെന്റ് വിസ്തീർണമാണ് പോത്തോട്ട പറമ്പിൽ ഉണ്ടായിരുന്നത്. ഈ സ്ഥലത്ത് ഒരു കുളവും ഒരു ക്ഷേത്രവും കുറച്ച് നെൽപ്പാടവും കഴിച്ച് ബാക്കിയെല്ലാം കരഭൂമിയായിരുന്നു. അദ്ദേഹത്തെ കുറിച്ചുള്ള വിശേഷണങ്ങൾ മറക്കാതിരിക്കാണ്ട് കുറേയൊക്കെ എഴുതി വെച്ചിരിക്കുക. മികച്ച സാഹിത്യകാരൻ, വ്യവസായി എന്ന് പറഞ്ഞാൽ 1909 സീതാറാമില് ആരംഭിച്ചത്. 1933 ആദ്യത്തെ സമരം വന്നിട്ടുള്ളത്. ആ കാലഘട്ടത്തിലായിരിക്കണം അദ്ദേഹത്തിന്, അതായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കണം അദ്ദേഹത്തിന് അവിടെ നിന്ന് മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവുക എന്ന് കരുതുന്നു. വിദ്യാഭ്യാസം ആയുർവേദം, നമ്മൾ സീതാറാം മില്ലിൻ്റെ സത്രത്തിൻ്റെ അവിടെ ഉണ്ടായിരുന്ന രാമവർമ്മ ആയുർവേദ ആശുപത്രി, അവിടെ ഒരു ബോർഡിൽ അംഗമായിരുന്നു. അവിടെ നിന്നും മാറാനുള്ള ഒരു കാരണം സൗജന്യ ചികിത്സ കൊടുക്കാത്തത് കൊണ്ടുള്ള ഒരു കാരണം കൊണ്ട് കൂടിയാണ് അവിടെ നിന്ന് മാറാനുള്ള കാരണം. നല്ലൊരു ശില്പി, സിനിമാ നിർമ്മാണം, ചിത്രകാരൻ, പത്രാധിപര്, എഴുത്തുകാരൻ, ഭൂപട നിർമ്മാണം, ശാസ്ത്രതൽപരൻ, ചരിത്രകാരൻ, സൽക്കാരപ്രിയൻ, നാടൻപാട്ട്, സംഘകളി, ദൈവവിശ്വാസി. അദ്ദേഹം ഒരു അമ്പലം നിർമ്മിച്ചതായിട്ട് പറയുന്നുണ്ട്, തിരുവാണത്തമ്പലം. അതിൻ്റെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുമ്പോൾ ഒരു മരം വളർന്നു വന്ന് അത് പരിശോധിച്ച് കഴിയുമ്പോൾ അതിൻ്റെ കൂടെ അമ്പലത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ട് അതൊക്കെ മാറ്റി തിരുവാണത്തമ്പലം നിർമ്മിച്ചിട്ടുള്ള ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. പാവപ്പെട്ടവരുടെ ഋണ അനുകമ്പ എന്നീ വിവിധ മേഖലകളിലൂടെ കടന്നുപോയ അപ്പത്തമ്പുരാൻ രാജകുമാരനായിട്ട് ജനിച്ച് ജനകീയനായിട്ട് ജീവിച്ച് ഒരുവിധമൊക്കെ പാപ്പരായി കഷ്ടപ്പെട്ട് മരിക്കേണ്ട ഒരു അവസ്ഥ അദ്ദേഹത്തിന് വീഴട്ടെ. ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനാണ് കൊച്ചുണ്ണി തമ്പുരാൻ. പെരിഞ്ഞാവരായിരുന്നു. അവിടെ പിന്നീട് ബിയോയിൽ വന്നു. അദ്ദേഹം ഇതുപോലെ പ്രഗത്ഭ വിഷവൈദ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടങ്ങളും കുറച്ച് കഴിഞ്ഞപ്പോൾ മോശമായി. കാരണം എന്താണെന്ന് വെച്ചാൽ സൗജന്യ ചികിത്സയാണ് ഈ കൊട്ടാരം ഈ വൈദ്യന്മാർക്കൊക്കെ പറഞ്ഞില്ല, തമ്പുരാക്കന്മാർക്ക്. അത് മുഴുവൻ നിവർത്തിക്കാൻ പറ്റാതെ കൊണ്ട് കുറേ വിഷമങ്ങളും പ്രയാസങ്ങളും അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിനെ ഇതുപോലെ
ഒരുപാട് കഷ്ടനഷ്ടങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായി. അവസാന കാലഘട്ടത്തിൽ രോഗപീഠകളാൽ വലഞ്ഞ് ഭാര്യയും മക്കളും ഒന്നും അടുത്തില്ലാതെ കണ്ട് ഒറ്റപ്പെട്ട് മരിക്കുന്ന ഒരവസ്ഥയും ആണ് ജ്യേഷ്ഠനും വന്ന് ചേർന്നത്. അപ്പത്തമ്പുരാൻ എഴുതിയിട്ടുള്ളതും അപ്പത്തമ്പുരാൻ തൂലികാ നാമങ്ങളിൽ എഴുതിയിട്ടുള്ളതും മറ്റുള്ളവർ അപ്പത്തമ്പുരാനെ കുറിച്ച് എഴുതിയിട്ടുള്ളതുമായ ലേഖനങ്ങൾ, കവിതകൾ എന്നിവ മംഗളമാല, മാതൃഭൂമി ആഴ്ചപ്പതിപ്പ്, മംഗളോദയം, വിദ്യാവിനോദിനി, സാഹിത്യ പരീക്ഷ ത്രൈമാസിക, കേരള സാഹിത്യ ചരിത്രം, കൈരളി, ഭാഷാപോഷിണി, അരുണോദയം, വള്ളത്തോൾ വിദ്യാപീഠം, സാഹിത്യ ദർശനം, തൃശ്ശീവ സഹൃദയ സമാജം, എൻ്റെ ദേശികമാർ, പാഞ്ചജന്യം പത്രം, വിവിധ സോവനീറുകൾ, പുസ്തകങ്ങൾ എന്നിവയിലെല്ലാം എഴുതിയത് പൂർണ്ണമായിട്ട് കണ്ടെത്തി എന്ന് പറയാനായിട്ട് നമുക്ക് കഴിയില്ല. കുറേയൊക്കെ അത് നശിച്ചുപോയിട്ടുണ്ടാവാം. എത്രയോ വിവരങ്ങൾ തമ്പുരാനെ കുറിച്ച് അറിയപ്പെടാതെ പോയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഞങ്ങൾ അപ്പോൾ തമ്പുരാനിൽ പോയിട്ട് കുറേയൊക്കെ ഞങ്ങൾ എടുത്തു വരികയാണെങ്കിലും അത് സ്കാൻ ചെയ്യാനുള്ള ഒരു അപർണയാണ് സ്കാൻ ചെയ്യണതിൻ്റെ നമ്മുടെ മൊബൈലൊക്കെ ഫുള്ളായിട്ട് നിറഞ്ഞ് കവിത കുറച്ച് കഴിഞ്ഞാൽ അതൊന്നും പ്രയോജനമില്ല. അപ്പോൾ അതുകൊണ്ട് അപർണയാണ് കാര്യം ചെയ്യുന്നത്. അപ്പോൾ അവരുടെ കുറച്ച് അസൗകര്യം ഉള്ളത് കൊണ്ടാണ് കുറച്ച് ഡിലേ വന്നിരിക്കുന്നത്. ഒരുവിധമെല്ലാം എഴുതാനും അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒക്കെ ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് നോക്കിയപ്പോൾ സാഹിത്യയിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള ആ ഒരു ഒന്നിട്ട് സ്റ്റാഫ് പറയുന്നത് ഇപ്പം സാഹിത്യക്കാർ മാത്രമാണല്ലോ ഇവിടെ വരുന്നത്. അപ്പോൾ നല്ല കാര്യം ചോദിച്ചു. അക്കാലത്ത് കേരളം ഒട്ടുക്ക് പ്രസിദ്ധമായിരുന്ന കേരള കൽപ്പതിരുമ പ്രസ് അന്ന് അപ്പത്തമ്പുരാനായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു. കൽപ്പതിരുമത്തിൽ 1913 ഈ കൽപ്പതിരുമത്തിൽ കൊച്ചിൻ സ്റ്റേറ്റ് മാനുവല് അച്ചടിച്ചിട്ടുള്ളത്. അത് പിന്നീട് മംഗളോദയം അത് വാങ്ങിച്ചു. ഈ കൽപ്പതിരുമ പ്രസ് ഉണ്ടായിരുന്നത് തൃശ്ശൂർ വില്ലേജിൻ്റെ രേഖകൾ പരിശോധിക്കുമ്പോൾ തൃശ്ശൂർ റൗണ്ടിൽ ജോസ് തിയേറ്ററിൻ്റെ കിഴക്ക് ഭാഗത്ത് 1-2 ബിൽഡിങ്ങിൻ്റെ ഇപ്പുറത്തായിരുന്നു ഈ കൽപ്പതിരുമ പ്രസ് ഉണ്ടായിരുന്നത്. 4-5 കൊല്ലം കൂടി അപ്പത്തമ്പുരാൻ നേരത്തെ 5-10 എന്ന് ചോദിച്ചു എങ്ങനെയാണെന്ന് അറിയില്ല. ഒരു 4-5 കൊല്ലം കൂടി അദ്ദേഹം ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്രയും കഴിവുകളുള്ള കൊച്ചി രാജ്യത്തെ ഒരു രാജാവ് നമുക്ക് ലഭിക്കുമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ സ്വഭാവവിശേഷങ്ങൾ രാജാവിന് ചേർന്നതാണോ എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വിലയിരുത്താൻ നമുക്ക് പറ്റില്ല. എന്തായാലും ഒരു ബഹുമുഖ പ്രതിഭയായിട്ടുള്ള ഇദ്ദേഹം രാജാവായിട്ടുണ്ടെങ്കിൽ എന്തിനെങ്കിലൊക്കെ സാഹിത്യത്തിനോ വ്യവസായത്തിനോ അല്ലെങ്കിൽ മറ്റ് പാവപ്പെട്ടവർക്കോ എല്ലാവർക്കും ഇതുപോലെ എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു വ്യക്തിത്വമായിരുന്നു അപ്പത്തമ്പുരാൻ. തമ്പുരാനെ കുറിച്ച് പറഞ്ഞ് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അറിയില്ല. തമ്പുരാൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്.